നമസ്കാരം. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കുടത്തിൽ എം.എൽ.എ. പരാതിക്കാരിയുടെ മൊഴി പ്രകാരം ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും പരാതി നൽകിയത് ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന് മുന്നിലല്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. മാത്രമല്ല, ഓഡിയോ ക്ലിപ്പ് പുറത്തെത്തിയത് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാക്കിയെന്നും താനാണ് അത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതെന്ന് പരാതിക്കാരി തെറ്റിദ്ധരിച്ചെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ എസ് രാജീവ് മുഖേനയാണ് രാഹുൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ശനിയാഴ്ച പരിഗണിക്കും. പ്രധാനമായും രണ്ട് വാദങ്ങളാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ളത്. പരാതിക്കാരിയുടെ മൊഴി പരിശോധിച്ചാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്ന് ഹർജിയിൽ പറയുന്നു. മാത്രമല്ല, ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിലല്ല മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. പരാതി നൽകുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരുടെയും വൈവാഹിക അവസ്ഥ എന്താണെന്ന് വ്യക്തമായിരുന്നുവെന്നും രാഹുൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പരാതിക്കാരിയുമായിട്ടുള്ള ആശയവിനിമയ രേഖകൾ കൈമാറാൻ തയ്യാറാണ്. പോലീസ് പിന്നാലെയുള്ളതിനാലാണ് ഇത് കൈമാറാൻ കഴിയാത്തത്. ഇടക്കാല ജാമ്യം നൽകിയാൽ അന്വേഷണത്തോട് സഹകരിക്കാമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഈ കേസിൽ ഇല്ലെന്നും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉണ്ടെന്നാണ് വിവരം. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിലായിരിക്കും രാഹുലിന്റെ കേസ് പരിഗണിക്കുക. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം നൽകിയത് കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവെന്നാണ് പോലീസ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് താമസ സൗകര്യവും മറ്റ് സഹായങ്ങളും എത്തിച്ചത് പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സഹായിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. 3000 ഏക്കർ വരുന്ന റിസോർട്ടിലായിരുന്നു രാഹുലിന്റെ താമസം. വളരെ സെൻസിറ്റീവായ സ്ഥലമായതിനാൽ പോലീസ് ഇടപെടലിന് പരിമിതി ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനായി തെരച്ചിൽ തുടരുകയാണ് SIT. രാഹുൽ സംസ്ഥാനത്തെത്തിയെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് വ്യാപക പരിശോധന നടത്തിയത്. പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങി അതിർത്തി ജില്ലകളിൽ അന്വേഷണ സംഘം പഴുതടച്ച് പരിശോധന നടത്തുകയാണ്. അതിർത്തി ജില്ലകളിലെ ചെക്ക് പോസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ്, മംഗലാപുരം ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ ഹോട്ടലുകളിലും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ജില്ലകളിലെ റിസോർട്ടുകളും ഹോട്ടലുകളും SIT റഡാറിലുണ്ട്. ജില്ലകളിലെ പ്രാദേശിക നേതാക്കളും അന്വേഷണ പരിധിയിലാണ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ സഹായികളെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടക്കും. കൂടുതൽ സഹായികളെയും റിസോർട്ട് ഉടമകളെയും കണ്ടെത്തിയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. രാഹുലിന് സഹായം ഒരുക്കുന്നത് കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹം പറഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിൽ വമ്പൻ ബിസിനസ് ബന്ധമുള്ള കോൺഗ്രസിലെ ഉന്നതന്റെ സഹായം രാഹുലിന് കിട്ടുന്നുണ്ടെന്നാണ് വിവരം. രാഹുലിന് കാർ എത്തിച്ചു നൽകുന്നതും യാത്രയ്ക്കുള്ള വഴികൾ കണ്ടെത്തുന്നതും ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളായ ചിലരാണെന്നും പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ തിരുവനന്തപുരത്തെ വ്യവസായിക്കും പങ്കുണ്ട്. ഇതിന് കാരണം കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയാണ്. ആഡംബര റിസോർട്ടിലെ താമസത്തിന് പിന്നിലും ഇവരുണ്ട്. സുരക്ഷ ഒരുക്കിയ പലരെയും പോലീസ് നേരിൽ കണ്ട് ചോദ്യം ചെയ്തു. പക്ഷേ പ്രധാന വ്യവസായി ഒരുക്കുന്ന സംരക്ഷണം മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ തടസ്സമാണ്. പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലെത്തിയ രാഹുലിനെ ഈ വ്യവസായിയുടെ പിന്തുണയിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. തിരുവനന്തപുരത്തെ വക്കീലിന് രേഖകൾ എത്തിച്ചു നൽകിയതും വക്കാലത്ത് ഒപ്പിടാൻ സൗകര്യമൊരുക്കിയതെല്ലാം ഈ വ്യവസായ പ്രമുഖനാണ്. പലതവണ മൊബൈലും കാറും മാറി ഉപയോഗിച്ചാണ് രാഹുൽ ഒളിവിൽ പോയത്. CCTV ക്യാമറകളുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കി സുഹൃത്തായ യുവനടിയുടെ ചുവന്ന പോളോ കാറിൽ കുറച്ചു ദൂരം എത്തി അവിടെ നിന്ന് മറ്റൊരു കാറിൽ കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് കർണാടക തമിഴ്നാട് അതിർത്തിയായ ബാംഗ്ലൂരിലെത്തി അവിടുത്തെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന് പോലീസ് പറയുന്നു. ഇവിടേക്ക് അന്വേഷണ സംഘം എത്തുന്നുവെന്ന വിവരം അറിഞ്ഞാണ് രാഹുൽ ബംഗളൂരുവിലേക്ക് പോയത്.